പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 116:15 തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. നമ്മളുടെ ഫ്രാൻസിസ് പാപ്പ ഇന്നലെ മരണപ്പെട്ട കാലം ചെയ്ത കാര്യം നമുക്കറിയാമല്ലോ. നമുക്ക് പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്നേഹം ഈ കാലഘട്ടത്തിൽ അനേക കോടി ജനങ്ങൾക്ക്, അത് ക്രിസ്തുവിശ്വാസികൾ മാത്രമല്ല, ലോകം മുഴുവൻ ആ സ്നേഹം അനുഭവിക്കാനായിട്ടിടയായി. നമുക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഈ സഭയെ നയിക്കാനായി, പത്രോസിൻ്റെ നൗകയെ നയിക്കാനായി ഫ്രാൻസിസ് പാപ്പയെ പോലൊരു മാർപ്പാപ്പയെ നമുക്ക് നൽകിയ ഈശോയ്ക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് പിതാവിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ അതിൻ്റെ അടക്കവും അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന കർദിനാൾ സംഘത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമുക്ക് പുതിയ ഒരു സഭയുടെ തലവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈസ്റ്റർ കഴിഞ്ഞ നാളുകളാണിത്. ആത്മീയമായ മരവിപ്പിൻ്റെ പിടിയിൽ പെടാതെ നമുക്ക് കൃപയിൽ ജീവിക്കാൻ പരിശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഇന്ന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജപമാല, ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗാർത്ഥം, പാപ്പയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഒപ്പം ഞാനും ഒരു നാൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടേണ്ടവളാണ് എന്ന തിരിച്ചറിവോടെ വ്യാപരിക്കാനായിട്ട് ഈ ഒരു മരണം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.